എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കരേറ്റ യൂസ് ചെയ്ത് ക്രോമിൽ ഫസ്റ്റ് യു ഐ ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് എങ്ങനെ റൺ ചെയ്യുമെന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു മേവൻ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിൽ കരേറ്റ ഡിപ്പെൻഡൻസി ആഡ് ചെയ്തു. ഈ വീഡിയോയിൽ ഞാൻ ഓൾറെഡി form.xml ഫയൽ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. form.xml ഫയൽ അപ്ഡേറ്റ് ചെയ്ത് കരേറ്റയുടെ റെക്കമെൻഡ് ഫോട്ടോ സ്ട്രക്ചർ ഫോളോ ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ കരേറ്റയിലെ കോൺഫിഗറേഷൻ ഫയലായ karate-config.js എന്ന ഫയലും അതുപോലെ ലോഗിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന logback-test.xml എന്ന ഫയലും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ഫയലിൻ്റെ യൂസേജ് ഓൾറെഡി ഞാൻ കരേറ്റ API ടെസ്റ്റിംഗ് എന്ന പ്ലേലിസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഈ അപ്ഡേറ്റഡ് ചേഞ്ച് അടക്കം എല്ലാ ചേഞ്ചും ഉൾപ്പെടുന്ന ഗിറ്റ്ഹബ് ലിങ്കാണിത്. ഈ ലിങ്ക് ഞാൻ ഓൾറെഡി ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ലിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് ആ ലേറ്റസ്റ്റ് ചേഞ്ചസ് കിട്ടാൻ വേണ്ടി ഇവിടെ നിന്ന് നിങ്ങൾക്ക് ക്ലോൺ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ആ സിപ്പ് ഫയൽ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ പ്രൊജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ലേറ്റസ്റ്റ് ചേഞ്ചസ് കിട്ടും. അതുപോലെ നമ്മളിന്ന് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഗൂഗിൾ ക്രോം വേർഷൻ 1.22 ആണ്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ സിസ്റ്റത്തിലെ ലേറ്റസ്റ്റ് വേർഷൻ അതാണ്. നിങ്ങൾ ഇനി ഈ വീഡിയോ ഫ്യൂച്ചറിൽ കാണുമ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിലെ വേർഷൻ മാറിയിരിക്കും. അതനുസരിച്ചുള്ള ചേഞ്ചസ് നിങ്ങൾ വരുത്തിക്കൊള്ളുക. ഞാൻ എൻ്റെ സിസ്റ്റത്തിലെ ക്രോമിൻ്റെ വേർഷൻ കാണിക്കാം. സെറ്റിങ്സ്, എബൌട്ട് ക്രോം, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 1.22 എന്നുള്ള വേർഷനാണുള്ളത്. ഞാൻ അതുപോലെ ക്രോം ഡ്രൈവർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ക്രോം ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കാണിത്. ഇതിനകത്ത് സ്റ്റേബിൾ എന്ന ലിങ്കിനകത്ത് ഞാൻ OS അനുസരിച്ച്, എൻ്റെ സിസ്റ്റം വിൻഡോസ് ആണ്, വിൻഡോസ് 64 ബിറ്റ് ആണ്. അപ്പോൾ ഈ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഈ ലിങ്ക് കോപ്പി ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു സിപ്പ് ഫയൽ കിട്ടും, ക്രോം ഡ്രൈവർ സിപ്പ്. ആ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ക്രോം ഡ്രൈവർ കാണും. അപ്പോൾ ആ ക്രോം ഡ്രൈവർ യൂസ് ചെയ്തും നേറ്റീവ് ക്രോം യൂസ് ചെയ്തും ഞാൻ ഓട്ടോമേറ്റ് ചെയ്യും. നേറ്റീവ് ക്രോം എന്ന് പറയുന്നത് ക്രോം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു ഡീഫോൾട്ട് ലൊക്കേഷനിലേക്കായിരിക്കും വിൻഡോസ് അത് ഇൻസ്റ്റാൾ ആകുന്നത്. ആ ലൊക്കേഷനിൽ നിന്ന് കരേറ്റ പിക്ക് ചെയ്ത് റൺ ചെയ്യും. അതുപോലെ നമുക്ക് ക്രോം ഡ്രൈവറിലും സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. അതുപോലെ ക്രോം ഡ്രൈവറിൻ്റെ പാത്ത് നമുക്ക് സിസ്റ്റം വേരിയബിൾ മെൻഷൻ ചെയ്തുകൊണ്ടും റൺ ചെയ്യാൻ സാധിക്കും. ഈ 3 രീതിയിൽ ഞാൻ സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്ന ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ എക്ലിപ്സ് ID ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കരേറ്റ UI ഓട്ടോമേഷൻ എന്ന പ്രൊജക്റ്റിനുള്ളിൽ SRC ടെസ്റ്റ് ജാവ എന്ന ഫോൾഡറിനകത്ത് ബ്രൗസർ ഡ്രൈവേഴ്സ് എന്ന ഒരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ക്രോം ഡ്രൈവർ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്തിട്ട് കിട്ടിയ ക്രോം ഡ്രൈവർ.exe എന്ന ഫയൽ ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. അതുപോലെ com.test എന്ന പാക്കേജിനകത്ത് റൺ UI ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് ഇൻ ക്രോം എന്ന് പറഞ്ഞ് ഒരു ഫീച്ചർ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ എക്ലിപ്സിൽ മാത്രം ഒരു ഇഷ്യൂ ഉണ്ട്. 1.4.1 എന്ന കരേറ്റയുടെ വേർഷൻ യൂസ് ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് cucumber.api.cli എന്ന് പറഞ്ഞൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഇഷ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കരേറ്റ API ടെസ്റ്റിംഗ് എന്ന പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ആ ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പാക്കേജ് ആഡ് ചെയ്ത ശേഷം main.java എന്നൊരു ക്ലാസ്സിനകത്ത് ഇങ്ങനെയൊരു കണ്ടന്റ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കോൺഫിഗറേഷൻ ഫയലായ karate-config.js എന്നൊരു ഫയൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഫയൽ. അതുപോലെ ലോഗിങ്ങിന് വേണ്ടി logback-test.xml എന്നൊരു ഫയലും ഉണ്ട്. ഇനി ഞാൻ ഫീച്ചർ ഫയൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫീച്ചർ ഫയലിൻ്റെ പേര് ഓപ്പൺ സ്വാഗ് ലാബ്സ് ലോഗിൻ പേജ് ഇൻ ക്രോം ഫീച്ചർ എന്നാണ്. അതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെക്ഷൻ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് സെക്ഷനിലെ കണ്ടന്റ് എല്ലാ സിനേരിക്കും മുമ്പായിട്ട് റൺ ആവും. ഇവിടെ നിലവിൽ ഒരു സിനേരിയോ ഉള്ളൂ. ഇവിടെ ബ്രൗസർ സെറ്റപ്പ് എന്നാണ് ബാക്ക്ഗ്രൗണ്ടിന് കൊടുത്തിരിക്കുന്ന പേര്. ഇവിടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് 7th ലൈനിൽ ഞാൻ സ്റ്റാർ കോൺഫിഗർ ഡ്രൈവർ ഈക്വൽ ടു ടൈപ്പ് ക്രോം, അതായത് നേറ്റീവ് ക്രോം പിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ലൈൻ ഓഫ് കോഡ് ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം സെനേരിയോ എന്ന സെക്ഷനകത്ത് ഓപ്പൺ സ്വാഗ് ലാബ്സ് ലോഗിൻ പേജ് ഇൻ ക്രോം സെനേരിയോ എന്ന് പറയുന്ന സെനേരിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു URL ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. as usual given when then and അല്ലെങ്കിൽ സ്റ്റാർ സിമ്പിൾ യൂസ് ചെയ്യാം. ഞാനിവിടെ given യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഡ്രൈവർ എന്നൊരു കീവേഡ് ഉണ്ട്. ഈ കീവേഡ് യൂസ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന URLൻ്റെ വാല്യൂ സിംഗിൾ കോഡിൽ കൊടുക്കുക.
ഡ്രൈവർ ഇവിടെയാണ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ടൈപ്പ് ക്രോം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡീഫോൾട്ടായിട്ട് നേറ്റീവായിട്ട് അവൈലബിൾ ആയിരിക്കുന്ന ക്രോം ആയിരിക്കും കറക്റ്റ് പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ 15th ലൈനിൽ 2 seconds ഓഫ് വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. വെയിറ്റിന് വേണ്ടിയുള്ള സിൻഡെക്സ് ആണിത്. സ്റ്റാർ എന്ന സിമ്പിൾ യൂസ് ചെയ്തു. അതിനുശേഷം ഡിലേ എന്നൊരു കീവേഡ് ഉണ്ട്. അതിൻ്റെ അകത്ത് 2000 millisecond എന്ന് കൊടുത്തത് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യും. കരേറ്റെ ബൈ ഡീഫോൾട്ട് എക്സിക്യൂഷൻ ശേഷം ബ്രൗസർ വിൻഡോ ക്ലോസ് ചെയ്യും. നമ്മൾ അഡീഷണൽ ആയിട്ട് കമാൻഡ് ഒന്നും പാസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയിക്കോളും. അപ്പോൾ പെട്ടെന്ന് ക്ലോസ് ആകുമ്പോൾ ഈ പർട്ടിക്കുലർ വെബ്സൈറ്റ് ഓപ്പൺ ആണെന്ന് കാണാൻ സാധിക്കില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഞാനൊരു ഡിലേ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഫീച്ചർ ഫയൽ എക്സിക്യൂട്ട് ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. എക്സിക്യൂഷന് ശേഷം സ്വാഗ് ലാബ്സ് എന്ന വെബ്സൈറ്റ് ഓപ്പൺ ആയി 2 സെക്കൻഡ് വെയിറ്റ് ചെയ്ത ശേഷം തന്നെ ബ്രൗസർ വിൻഡോ ക്ലോസ് ആയത് നിങ്ങൾ കണ്ടു. ഇനി നമ്മൾ ക്രോം ഡ്രൈവർ യൂസ് ചെയ്താണ് സ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്രോം ഡ്രൈവറിൻ്റെ പാത്ത് ഇവിടെ 9th ലൈനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫുൾ പാത്താണ് കൊടുക്കേണ്ടത്. കോൺഫിഗർ ഡ്രൈവർ ടൈപ്പ് ഇവിടെ ക്രോം ഡ്രൈവർ ആണ്. അതുപോലെ എക്സിക്യൂട്ടബിൾ എന്നൊരു കീ ഉണ്ട്. അതിൻ്റെ വാല്യൂ ആയിട്ട് ക്രോം ഡ്രൈവർ ആഡ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ ഫുള്ളായിട്ട് കൊടുക്കുക. ക്രോം ഡ്രൈവർ exe വരെയുള്ള ആ ഫുള്ള് ലൊക്കേഷൻ കൊടുക്കുക. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഞാൻ ബ്രൗസർ ഡ്രൈവേഴ്സ് എന്നുള്ള ഒരു ഫോൾഡർ ഈ പ്രൊജക്റ്റിനകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്താണ് ക്രോം ഡ്രൈവർ .exe എന്നുള്ള ഫയൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലൊക്കേഷൻ ഞാൻ കാണിക്കാം. ഈ ഫുൾ ലൊക്കേഷനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. നിങ്ങൾക്ക് കാണാം സ്വാഗ് ലാബ്സിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയത്. ഇനി മൂന്നാമത്തെ രീതി നമുക്ക് നോക്കാം. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് സിസ്റ്റം എൻവയൺമെൻറ്റ് വേരിയബിളിൽ ക്രോം ഡ്രൈവറിൻ്റെ ലൊക്കേഷൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ 11th ലൈന് അൺകമൻറ്റ് ചെയ്യുവാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സ്റ്റാർ കോൺഫിഗർ ഡ്രൈവർ ടൈപ്പ് ക്രോം ഡ്രൈവർ തന്നെയാണ്. പക്ഷേ എക്സിക്യൂട്ടബിളിൻ്റെ അവിടെ ക്രോം ഡ്രൈവറിന് കൊടുത്തിരിക്കുകയാണ്. ക്രോം ഡ്രൈവർ .exeയുടെ ലൊക്കേഷൻ നമ്മൾ സിസ്റ്റം എൻവയൺമെൻറ്റ് വേരിയബിളിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. സിസ്റ്റം എൻവയൺമെൻറ്റ് വേരിയബിൾ എടുക്കുക. അതിൽ എൻവയൺമെൻറ്റ് വേരിയബിൾസ് എന്ന ഓപ്ഷനകത്ത് സിസ്റ്റം വേരിയബിൾസ് എന്ന സെക്ഷനകത്ത് പാത്ത് എന്നുള്ള സിസ്റ്റം വേരിയബിൾ ഉണ്ട്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഞാൻ ബ്രൗസർ ഡ്രൈവേഴ്സ് വരെയുള്ള ആ പാത്ത് കൊടുത്തിട്ടുണ്ട്. ക്രോം ഡ്രൈവർ .exe എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്യേണ്ട. ഫോൾഡർ സ്ട്രക്ചർ വരെയുള്ള ആ ഒരു പേരാണ് കൊടുക്കുന്നത്. ഫയൽ നെയിം കൂട്ടിയായിരിക്കില്ല പാത്ത് കൊടുക്കേണ്ടത്. ക്രോം ഡ്രൈവർ .exe എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ക്രോം ഡ്രൈവർ എന്നുള്ളത് എക്സിക്യൂട്ടബിളിൻ്റെ വാല്യൂ ആയിട്ട് സിംഗിൾ കോട്ട് കൊടുക്കുക. ഇനി ഞാൻ ഈ ഫീച്ചർ ഫയൽ എക്സിക്യൂട്ട് ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. നിങ്ങൾക്ക് കാണാം ക്രോം ഡ്രൈവറിൻ്റെ ലൊക്കേഷന് കരേറ്റെ സിസ്റ്റം പാത്ത് വേരിയബിളിൽ നിന്ന് പിക്ക് ചെയ്തെടുത്തത്. അങ്ങനെ 3 രീതിയിൽ നമുക്ക് ക്രോമിൽ എക്സിക്യൂട്ട് ചെയ്യാം. ഒന്ന്, നേറ്റീവായിട്ടുള്ള ക്രോം എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതായത് നേറ്റീവായിട്ട് ക്രോം ഇൻസ്റ്റാൾ ആകുന്ന ലൊക്കേഷൻ ഉണ്ട്, അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ 7th ലൈൻ യൂസ് ചെയ്യുന്നത്. ഇനി ക്രോം ഡ്രൈവറിൽ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോം ഡ്രൈവറിൻ്റെ വേർഷൻ നിങ്ങളുടെ ക്രോമിൻ്റെ വേർഷൻ അനുസരിച്ച് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഒരു ലൊക്കേഷനിൽ കൊണ്ടുപോയിടുക. അതിനുശേഷം ആ ലൊക്കേഷൻ്റെ ഫുൾ പാത്ത് ഇവിടെ കൊടുത്തപോലെ മെൻഷൻ ചെയ്യുക. മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് ക്രോം ഡ്രൈവറിൻ്റെ പാത്ത് ഡയറക്റ്റായിട്ട് സിസ്റ്റം എൻവയൺമെൻറ്റ് വേരിയബിളിനകത്ത് പാത്തിനകത്ത് പാസ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ 3 രീതിയിലും നമുക്ക് UI ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് കറക്റ്റ് യൂസ് ചെയ്ത് ഗൂഗിൾ ക്രോമിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട് ഉണ്ട് തീർച്ചയായും കമൻറ്റ് ബോക്സ് ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.